ബി.ജെ.പിയും സി.പി.ഐ.എമ്മും ദേശീയതലത്തിൽ കോൺഗ്രസിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയ കാലഘട്ടം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും കോൺഗ്രസിനെതിരെ ഒരുമിച്ച് രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടുള്ളവരാണ് ബി.ജെ.പിയും സി.പി.ഐ.എമ്മും. അന്ന് ഒരുമിച്ച് നിന്ന പല ഘട്ടങ്ങളെക്കുറിച്ചും തനിക്ക് കൃത്യമായ ഓർമ്മയുണ്ടെന്നും, എന്നാൽ ഇന്ന് എന്തിനാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇവർ രണ്ടുപേരും രണ്ട് തരത്തിലാണ് നീങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നതെന്ന് തനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്ന് സത്യസന്ധമായി ഗവർണർ പറയുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം കൂടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുകയാണ്. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ കണ്ണിൽ പൊടിയിടുന്നത്? കേരളത്തിലായിരുന്നാലും പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എൻട്രി തന്നെ ബി.ജെ.പി സഹായത്തോടു കൂടിയായിരുന്നു. ജനസംഘത്തിൻ്റെ വലിയ സഹായത്തോടെയാണ് 1970 ആദ്യമായി കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ചത്. തുടർന്ന് നിരവധി തവണ ഇടതുപക്ഷം ബി.ജെ.പിയുടെ സഹായങ്ങൾ പല തവണയും വാങ്ങിയതിനെക്കുറിച്ച് സി.പി.ഐ.എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം.വി. ഗോവിന്ദൻ തന്നെ പരസ്യ നിലപാടെടുത്തതാണ്. അതുകൊണ്ടാണ് സൈബർ ഇടങ്ങളിലൊക്കെ എം.വി. ഗോവിന്ദനെതിരെ വലിയ രീതിയിലുള്ള കടുത്ത വിമർശനങ്ങൾ വന്നത്. സ്വരാജ് നിലമ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11,000 വോട്ടുകൾക്ക് തോറ്റപ്പോൾ നന്ദിയുണ്ട് മാഷേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സി.പി.ഐ.എം, റെഡ് ആർമി ഉൾപ്പെടെ എല്ലാവരും രംഗത്തെത്തിയത്. ഒന്ന് ആലോചിക്കണം, സി.പി.ഐ.എമ്മിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും അവരുടെ മുഖംമൂടി എന്താണെന്നുള്ളതും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ്. സി.പി.ഐ.എമ്മിൻ്റെ രഹസ്യ ഡീൽ, ബി.ജെ.പിയുമായി നടത്തുന്ന രഹസ്യ ഡീലും അതുപോലെ തന്നെ ബി.ജെ.പിക്ക് വേണ്ടി കൃത്യമായി എടുക്കുന്ന നിലപാടുകളും എടുത്തു പറയേണ്ടതാണ്. പല ദേശീയ സമരങ്ങളിലും ബി.ജെ.പിയും സി.പി.ഐ.എമ്മും ഒരുമിച്ച് നിന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ബി.ജെ.പിയും സി.പി.ഐ.എമ്മും എടുത്തിട്ടുള്ള നിലപാടുകൾ ഓരോന്നായി ഗവർണർ ആർലേക്കർ വ്യക്തമായി പറയുമ്പോഴാണ് വി.ഡി. സതീശൻ പറയുന്നത്. അങ്ങനെ സി.പി.ഐ.എമ്മിൻ്റെ തട്ടിപ്പാണിപ്പോൾ ഗവർണർ പൊളിച്ച് അടുക്കിയിരിക്കുന്നത്. സി.പി.ഐ.എം എന്തിനാണ് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ബി.ജെ.പിയെ തൊട്ട് തീണ്ടാപ്പാട് അകലെ നിർത്തുന്നത് എന്നത് ആർക്കും മനസ്സിലാകുന്നില്ല. ബി.ജെ.പിയും സി.പി.ഐ.എമ്മും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. അവരുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് അത് എന്ന് പറയുന്നത് ഏകാധിപത്യവും അതുപോലെ തന്നെ ഫാസിസ്റ്റ് നിലപാടുമാണ്. കോൺഗ്രസിൻ്റെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായി ഇന്ദിരാഗാന്ധി നടത്തിയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടാണ് ആർലേക്കർ രംഗത്ത് വരുന്നത്. എന്നാൽ ഈ രാജ്യം കഴിഞ്ഞ 11 വർഷമായി തുടർന്ന് ഉണ്ടാകുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ കയറിയതിനു ശേഷം തുടർന്ന് അങ്ങോട്ട് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. ന്യൂനപക്ഷങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം അവരെ പടിയടച്ച് പിണ്ടം വയ്ക്കാനും അവരെ രണ്ടാം തരക്കാരായി ചിത്രീകരിക്കാനുമാണ് യു.പി മുഖ്യമന്ത്രിയും അതുപോലെ അസാം മുഖ്യമന്ത്രിയും ഒക്കെ പ്രത്യക്ഷത്തിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒരു വിരലനക്കിയാൽ ഉടനെ കോൺഗ്രസിന് ന്യൂനപക്ഷ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി വരുന്നത്. കൃത്യമായി പൊളിച്ചടുക്കുകയാണ് വി.ഡി. സതീശൻ സി.പി.ഐ.എമ്മിൻ്റെ അല്പത്തരവും അതുപോലെ തന്നെ നിലപാടുകളെയും.